നമസ്തേ. സമാധി സ്ഥാനങ്ങളാണോ ക്ഷേത്രങ്ങൾ? ഒരു രീതിയിൽ പറഞ്ഞാൽ സമാധി സ്ഥാനങ്ങളാണ് ക്ഷേത്രങ്ങൾ. അപ്പോൾ എന്താണ് സമാധി? സമാധി എന്താണെന്ന് അറിയണമെങ്കിൽ അഷ്ടാംഗയോഗങ്ങൾ എന്താണെന്ന് അറിയണം. അപ്പോൾ അതിനു മുമ്പ് ധീ എന്താണെന്ന് അറിയണം. സമ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. എന്നാലാണ് സമാധി എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന രീതിയിലുള്ള സമാധികൾ നടക്കും. ഇപ്പം നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് അറിഞ്ഞാലോ. നമുക്കൊന്നറിയാം എന്താണ് സമാധി. സമാധിസ്ഥാനങ്ങളാണ് ക്ഷേത്രങ്ങൾ. യോഗീശ്വരന്മാരുടെ, ഋഷീശ്വരന്മാരുടെ, സന്യാസിമാരുടെ അല്ലെങ്കിൽ സിദ്ധന്മാരുടെ എല്ലാം സമാധി സ്ഥാനങ്ങളാണ് ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞ് പരത്തുന്നതിൻ്റെ പരിണിത ഫലമാണ് നാട്ടിൽ നടക്കുന്ന പല സംഭവങ്ങളും. സന്യാസിമാരുടെയും സിദ്ധന്മാരുടെയും എല്ലാം സമാധി സ്ഥാനങ്ങളാണ് ക്ഷേത്രങ്ങളെന്ന് പറയുന്നതിന് ഒരു വശമുണ്ട്. ആ വശമാണ് അറിയേണ്ടത്. ശവകുടീരങ്ങളല്ല ഈ ക്ഷേത്രങ്ങൾ. സിദ്ധന്മാരുടെയും യോഗീശ്വരന്മാരുടെയും എല്ലാം സമാധി സ്ഥാനങ്ങളാണ് ക്ഷേത്രങ്ങൾ. പക്ഷേ ശവകുടീരങ്ങളല്ല ക്ഷേത്രങ്ങൾ. അതാണ് അറിയേണ്ടത്. സമാധി എന്താണെന്ന് അറിയുമ്പോഴാണ് ഈ പറഞ്ഞത് രണ്ടും രണ്ടാണെന്ന് മനസ്സിലാവുള്ളൂ. ശിവദേഹങ്ങളാണ് ക്ഷേത്രങ്ങൾ. ശവദേഹങ്ങളല്ല, ദേശങ്ങളല്ല ക്ഷേത്രങ്ങൾ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴത്തെ കാലത്ത് സമാധി എന്ന് പറഞ്ഞാൽ മരണമാണ്, ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ജീവസമാധി എന്നൊക്കെ പറയുന്ന ഒരു രീതിയിൽ ഇപ്പോൾ ഇരുത്തി കുഴിച്ചിടുന്നൊരവസ്ഥയിൽ ഇന്ന് നാടെത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ സമാധി എന്താണെന്ന് ആദ്യം നമ്മുടെ ആചാര്യന്മാരും തിരിച്ചറിയണം, നമ്മളുടെ ഭക്തജനങ്ങളും തിരിച്ചറിയണം. ഇല്ലെങ്കിൽ ആചാരം അനാചാരങ്ങൾക്കും ദുരാചാരങ്ങൾക്കും ദുരന്തങ്ങൾക്കും കാരണമാകും. നമ്മളുടെ മക്കളുടെ ജീവിതം അന്ധവിശ്വാസത്തിൻ്റെ ചെളിക്കുണ്ടിലായിരിക്കും. ചതുപ്പായ നിലം സൃഷ്ടിക്കാനേ ഇത് ഉപകരിക്കും. അതാണ്. അപ്പോൾ നമുക്ക് എന്താണ് സമാധി എന്നറിയാം. ഈ സമാധി എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം നിങ്ങളിനി മുന്നോട്ട് പോകാൻ. അന്ധവിശ്വാസങ്ങൾ നമ്മൾ ഇവിടെ വെച്ച് നുള്ളിക്കളയണം. ഈ സമാധിയുടെ അഷ്ടാംഗയോഗങ്ങളിലെ 8ാമത്തെ ഐറ്റമാണ് സമാധി. സമാധിയിൽ ഒരു ധീയുണ്ട്. എന്താണ് ധീ? അത് ബുദ്ധിയാണ്. ധൈ ചിന്തയാം ധി, ബുദ്ധി. ഈ ധീ ഗുണം എന്ന് പറഞ്ഞാൽ 7 വിധത്തിലാണ്. ബുദ്ധി, ശുശ്രൂഷ, ശ്രവണം, ഗ്രഹണം, ധാരണം. പിന്നെ അടുത്തതോ ഊഹാപോഹാർത്ഥ വിജ്ഞാനം. എല്ലാവർക്കും ഇപ്പോൾ താല്പര്യമുള്ളത് അതിലാണ്. നമ്മളുടെ ബുദ്ധി എന്ന് എത്തി നിൽക്കുന്നത് ഈ കലിയുഗത്തിൽ എല്ലാവർക്കും താല്പര്യമുള്ള വിഷയമാണ് ഊഹാപോഹാർത്ഥ വിജ്ഞാനം. എന്നിട്ട് ഊഹിച്ച് എന്തെങ്കിലും പറയുക, അഭിപ്രായങ്ങൾ പറയുക. അഭിപ്രായങ്ങൾ മാത്രമാണ് പറയുന്നത്, അറിവല്ല. ഊഹാപോഹാർത്ഥ വിജ്ഞാനം. അടുത്തതിലേക്ക് നമ്മൾ എത്തി നോക്കുക പോലുമില്ല. അടുത്തതാണ് തത്വജ്ഞാനം. ഇങ്ങനെയാണ് ധീയുടെ 7 ഗുണങ്ങൾ. ഈ തത്വജ്ഞാനം അറിയാതെ ഊഹാപോഹാർത്ഥ വിജ്ഞാനത്തിൽ നാട് ഉഴറുമ്പോൾ അത് നരകതുല്യമാകും. ഊഹിച്ച് പരമാർത്ഥത്തെ കൽപ്പിക്കുന്ന ആ വിജ്ഞാനം, ഊഹം നമുക്ക് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അത് അവിദ്യയാകും. അപ്പോഴാണ് നരകം എന്ന് പറയുന്ന അവസ്ഥയുണ്ടാകുന്നത്. നരകമാകാതിരിക്കാനായിട്ട് അന്ധവിശ്വാസങ്ങൾ നിറയുമ്പോൾ അതിനെ മാറ്റുവാൻ വേണ്ടിയിട്ടാണ് യോഗം, യോജിപ്പിക്കൽ, കൂട്ടം കൂടൽ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് യോഗങ്ങൾ വരുന്നത്. യോഗം കൊണ്ടുള്ള റിസൾട്ട് 2 രീതിയിലാണ് വരുന്നത്. യോഗദ്വയം. അത് കർമ്മയോഗവും ജ്ഞാനയോഗവുമാണ്. കർമ്മം ചെയ്യുക അറിവ് കൊണ്ട്. യോഗനാഥൻ ആരാണ്? അത് ഈ ഭൂമിയാണ്, ശിവൻ തന്നെയാണ്. യോഗപതിയോ വിഷ്ണുവാണ്. ഈ വൃക്ഷലോകമാണ് യോഗപതി. അദ്ദേഹത്തിൻ്റെതാണ് ശരിക്കും യോഗ. അദ്ദേഹമാണ് സർവ്വതിനും യോഗ്യനായത്, ജീവനെ സൃഷ്ടിക്കുന്നത്, സ്ഥിതിപാലകനായിരിക്കുന്നത്, പിതൃസ്ഥാനമലങ്കരിക്കുന്നത്. ആ യോഗപതിയാണ് വിഷ്ണു. സസ്യലോകത്തിൻ്റെ, വൃക്ഷലോകത്തിൻ്റെ ആ യോഗബലത്തിലാണ് നമ്മളുടെ ജന്തുലോകത്തിൻ്റെ ജീവിതം. അഷ്ടാംഗയോഗത്തിലൂടെ ആ യോഗശക്തി നമുക്ക് കിട്ടുന്നത് ഒരു മായാബലമാണ്. എന്താണ് ആ മായാബലം? മനസ്സിൻ്റെ ബലമാണ്. അറിവിനാൽ മനസ്സിലുണ്ടാകുന്ന ശക്തിയാണ് ആ ബലം, യോഗാബലം. മനസ്സ് മായയാണ്. മനസ്സിനെ കാണാൻ പറ്റുമോ? ഇല്ല. പെട്ടെന്ന് ദൃശ്യമാകാൻ പറ്റില്ല. വായുവിനെ പോലെയാണ് മനസ്സ്. അപ്പോൾ ആ മായാബലമാണ്, അറിവിലുണ്ടാകുന്ന ആ വിശ്വാസമാണ്, ശാസ്ത്രവിശ്വാസമാണ് മനസ്സിൻ്റെ മായാബലം. അഷ്ടാംഗയോഗ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അറിവിന് വേണ്ടിയിട്ടുള്ളതാണ്, അജ്ഞതയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്ന് എല്ലാവരും തിരിച്ചറിയണം. അപ്പോൾ എന്താണ് ഈ അഷ്ടാംഗയോഗങ്ങളിൽ പറയുന്ന ഈ സമാധി? അല്ലേ?
അഷ്ടാംഗയോഗങ്ങളിൽ എന്താണ് പറയുന്നത്? അഷ്ടാംഗയോഗങ്ങൾ ഏതാണ്? യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം, ധാരണ, സമാധി. ഇപ്പോൾ ഈ സമാധിയാണ് ഇപ്പോഴത്തെ സമാധാനം കെടുത്തുന്നത്. ഇപ്പം നമ്മുടെ ഈ തലമുറയെ സകലരുടെയും സമാധാനം കെടുത്തുന്നത് ഈ സമാധിയാണ്. സമാധി എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നറിയോ? സമാധാനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് സമാധി. ഈ യോഗങ്ങൾ തന്നെ 8 വിധമുണ്ട്. പരബ്രഹ്മയോഗം, ജ്ഞാനയോഗം, രാജയോഗം, സാംഖ്യയോഗം, സന്യാസയോഗം, അഭ്യാസയോഗം ശരീരം കൊണ്ടുള്ളത്, ഭക്തിയോഗം മനസ്സുകൊണ്ടുള്ളത്, വിവേകയോഗം ബുദ്ധി കൊണ്ടുള്ളത്, ഇങ്ങനെയുള്ള 8 യോഗാവസ്ഥകളുണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? പരമാനന്ദത്തിന് വേണ്ടിയിട്ടാണ്, സമാധാനത്തിന് വേണ്ടിയിട്ടാണ്, സ്വർഗീയതയ്ക്ക് വേണ്ടിയിട്ടാണ്. അന്ധവിശ്വാസത്തിന് വേണ്ടിയിട്ട് അല്ല എന്ന് അറിയണം. ധ്യാനം എന്ന് പറയുന്നത് വികാരമല്ല, വിചാരമാണ്. മനസ്സുകൊണ്ടുള്ള ആരാധനയാണ്. സംരക്ഷണത്തിൻ്റെ പരമമായ അവസ്ഥയാണ് ഈ ധ്യാനം. നമ്മളുടെ ആത്മശക്തിയെ, ആത്മവൈഭവത്തെ, ആ ടാലൻറ്റിനെ തിരിച്ചറിഞ്ഞിട്ട് ആത്മവൈഭവത്തെ അറിഞ്ഞ് ആ മാർഗത്തിലൂടെ ജീവിത ലക്ഷ്യത്തെ സാധൂകരിക്കലാണ്. ആ ധ്യേയവസ്തുവിൽ തന്നെ ആയി തീരുകയാണ് നമ്മൾ ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ധന്യമായിട്ടുള്ള വീക്ഷണമാണ്, ആ ധാരണയാണ് ധ്യാനം. ആ ധ്യാനത്തിൽ നിന്നാണ് ധാരണ. ആ ധ്യാനത്തിന് ശേഷമുള്ള 7ാമത്തെ അവസ്ഥയാണ് ധാരണ. ധാരണയിൽ നിന്നാണ് സമാധി. അതായത് ആ ധ്യാനത്തിൽ നിന്നാണ് ധാരണ. ധ്യേയമായ വഹിക്കുന്ന പദവിയിൽ, ആ പദവിക്കൊത്ത് അതിന് മേലെ അറിവിനെ കൊണ്ട് ഉയരുന്ന അവസ്ഥയാണ്. ശാസ്ത്രത്തിൽ വിശ്വസിച്ച് ഉയരുന്ന അവസ്ഥയാണ്. ധ്യേയമായിരിക്കുന്ന നമ്മുടെ ലക്ഷ്യത്തെ, നമ്മുടെ ടാലൻറ്റിനെ, ആത്മവൈഭവത്തെ അറിഞ്ഞ് ആ മാർഗത്തിലൂടെ തന്നെ ജീവിത ലക്ഷ്യത്തെ സാധ്യമാക്കലാണ് ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഒരേ ധ്യാനമാർഗമാണോ വേണ്ടതെന്ന് അപ്പോൾ ആലോചിക്കണം. നമ്മളെല്ലാവരും തന്നെ സന്യാസം സ്വീകരിക്കണം. സന്യാസം അല്ല നമ്മുടെ ജീവിത ലക്ഷ്യം. എന്താണ് ജീവിത ലക്ഷ്യം? നമ്മളുടെ മനസ്സിൻ്റെ, ആത്മശക്തിയുടെ വൈഭവത്താലാകുന്നു. നമ്മൾക്കെല്ലാം പല കഴിവുകളുള്ളവരാണ്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ 4 തലങ്ങളാണ്. ജ്ഞാനത്താൽ ചിട്ടപ്പെടുത്തുന്നതാണത്. ഇപ്പോൾ നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റ് പലതുമാണ്. നമ്മളുടെ ആത്മവൈഭവമായിട്ട് കിട്ടിയിരിക്കുന്ന ആ കഴിവിനെ ഉണർത്തലാണ്, ഉയർത്തലാണ്. ആ പരം വൈഭവത്തിലേക്കുള്ള സഞ്ചാരമാണ്. ആ ധനികമായിരിക്കുന്ന ലക്ഷ്യത്തിലേക്കുള്ള ചിന്തനമാണ്, വിചാരമാണ് ധ്യാനം. വികാരമല്ല ധ്യാനം. അഭിപ്രായങ്ങളല്ല ധ്യാനത്തിൻ്റെ മാർഗം. അറിവാണ്. അഭിപ്രായം മതമാണ്. അഭിപ്രായത്തിലല്ല നമ്മൾ ധ്യാനിക്കേണ്ടത്, അറിവിലാണ് ധ്യാനിക്കേണ്ടത്. ഇതാണ് ആദ്യം പഠിക്കേണ്ടത്. ആദ്യം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ഇതിനെക്കുറിച്ച് പൂർണ്ണ ധാരണയില്ലാത്തവർ ഇത് കുട്ടികളെ പഠിപ്പിക്കാതിരിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മളുടെ ജീവിതമോ ഇരുളടഞ്ഞു പോയി. ഇനി നമ്മളുടെ മക്കളുടെ, നമ്മളുടെ വരും തലമുറയുടെ കൂടി ആ ബോധമണ്ഡലത്തെ മറയ്ക്കാനാണ് ഇത്തരം ധ്യാനങ്ങൾ കൊണ്ട് കഴിയുകയുള്ളൂ. വ്യക്തിത്വ വികാസമാണ് ഈ ധ്യാനം കൊണ്ട് യഥാർത്ഥത്തിൽ അർത്ഥമാക്കേണ്ടത്. വ്യക്തിത്വത്തെ വളർത്തുക, അറിവ് കൊണ്ട് മാറ്റമില്ലാതെ ജീവിത ലക്ഷ്യത്തെ സാധൂകരിക്കുക, ആ ധാരണയിൽ തന്നെ, ആ ധ്യേയവസ്തുവിൽ തന്നെ ആയിത്തീരുക. ഇതാണ് ധ്യാനം. ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാം? അറിവെന്നും മാത്രമേ അർത്ഥമുള്ളൂ. സമചിത്തതയാണ് നമുക്ക് ആദ്യം വേണ്ടത്. സമനില എന്ന് പറയില്ലേ? സമനില തെറ്റിയ അവസ്ഥയെന്ന് കേട്ടിട്ടുണ്ടോ? ചിത്തം തെറ്റിയ അവസ്ഥ, സമനില തെറ്റിയ അവസ്ഥ എന്ന് പറയുന്നത്. സമനില എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുക? തുല്യനിലയാണ്. ഈ സസ്യലോകവും, അതായത് വേദസംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ പരമാത്മ ചൈതന്യവും ജീവാത്മശക്തിയും ഒന്നാണ്. പരമാത്മാവും ജീവാത്മാവും ഒന്നാണ്, സമമാണ് എന്ന് തിരിച്ചറിയുന്ന അവസ്ഥ. ഈ സസ്യലോകവും ജന്തുലോകവും സമമാണ്, തുല്യമാണ്. തുല്യ പങ്കാളിത്തത്തോടുകൂടി യുഗ്മസഞ്ചാരം ചെയ്യുന്നതാണ് ജീവിതമെന്ന് തിരിച്ചറിയുന്ന അവസ്ഥയാണ് സമനില. അതായത് തൻ്റെ വാമഭാഗത്തെ തന്നിലേക്ക് ചേർത്ത് വെച്ച് ഭാര്യയ്ക്ക് എന്ത് വിലയുണ്ടോ അത്രയും വിലയേ എനിക്കുള്ളൂ, എൻ്റെ മക്കൾക്ക് എന്ത് വിലയുണ്ടോ അത്രയും വിലയേ എനിക്കുള്ളൂ, എനിക്കെന്ത് വിലയുണ്ടോ അത്രയും വില ഭാര്യയ്ക്കുമുണ്ട്. ഇതാണ് സമനില. എല്ലാത്തിനെയും സമമായി കാണുന്ന അവസ്ഥയാണ്. ആരെയും ചെറുതായി കാണാത്ത അവസ്ഥ. റൈറ്റും ലെഫ്റ്റും ഒരേപോലെ ആവണം. ഞാൻ ലെഫ്റ്റാണെന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ റൈറ്റ് അല്ല എന്നാണ് അർത്ഥം. ഞാൻ റൈറ്റ് ആവണമെങ്കിലോ എൻ്റെ ലെഫ്റ്റും റൈറ്റും ഒരുപോലെ ആവണം. എന്നാലാണ് എനിക്ക് സ്ട്രെയിറ്റായിട്ട് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അറിവ് കൊണ്ട് സമനില വീണ്ടെടുക്കണം.
അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്നറിയോ? സമാധാനം, മനസ്സിൻ്റെ അടക്കമാണ്. ധ്യാനത്തിൻ്റെ ആ ഗുണം കൊണ്ട് നമുക്ക് കിട്ടുന്നത് സമാധി എന്ന് പറയുന്ന അവസ്ഥയാണ്. സമാധിയിലേക്കുള്ള മനസ്സിൻ്റെ അടക്കമാണ്. ധ്യാനം കൊണ്ട് നമ്മൾ ധാരണയിലൂടെ എങ്ങനെയാണ് ഈ വിവാദമായിരിക്കുന്ന സമാധിയിലേക്ക് പോകണമെന്നാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. സമാധാനം എവിടെയാണ് അനുഭവപ്പെടുന്നത്? അത് മനസ്സിലാണ് അനുഭവപ്പെടുന്നത്. സമാധാനം എന്ന് പറയുമ്പോൾ തന്നെ ഒരു സമാധി ഇതിനകത്തില്ലേ, അതായത് സമമായിരിക്കുന്ന ധി.